എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡ്രോയിങ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ പേര് പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രയാങ്കിൾസ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ എത്ര അളവുകൾ അല്ലെങ്കിൽ ഏതൊക്കെ അളവുകൾ തരണം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മിനിമം 3 അളവുകളെങ്കിലും തന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് തരുന്നത് നോക്കുക. ഫോർ എക്സാമ്പിൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 സൈഡും 2 sides and 1 angle. 2 സൈഡും ഒരു ആംഗിളും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, അതാണ് ഞാൻ SAS എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. 2 സൈഡും ഒരു ആംഗിളും ഇങ്ങനെയാണ് തരുന്നെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അതേപോലെ തന്നെ 1 side and 2 angles. ഏതൊക്കെയാണ്, ഒരു സൈഡും 2 ആംഗിളും, ASA ആംഗിൾ സൈഡ് ആംഗിൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 3 sides തന്നു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് ഒരുപാട് കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും 2 സൈഡും ഏതെങ്കിലും ഒരു ആംഗിളും തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെയൊക്കെ വരയ്ക്കാം. അപ്പോൾ 3 സൈഡിന്റെ അതിൽ ഏതെങ്കിലും 2 എണ്ണം, അതേപോലെ തന്നെ 3 ആംഗിൾസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലേ. അങ്ങനെ മാറ്റി മറിച്ചൊക്കെ തരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ വരയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇതിൽ എല്ലാ കേസിന്റെയും ഞാൻ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, റിപ്പീറ്റഡ് ആയിട്ട് കാണുക. എന്നിട്ട് അതിനനുസരിച്ച്, അതായത് ഏതൊക്കെ സൈഡ്സ് ആണ് തരുന്നത്, ഏതൊക്കെ ആംഗിൾസ് ആണ് തരുന്നത്, അപ്പോൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് വരയ്ക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ശ്രദ്ധിക്കുക, MN = 6 cm, ML = 5 cm. നമുക്ക് വരയ്ക്കേണ്ട ട്രയാങ്കിൾ ഏതായിരിക്കും, LMN എന്ന് പറയുന്ന ട്രയാങ്കിൾ. LMN എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അതിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, MN എന്നുള്ള സൈഡ് 6 cm ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 6 cm ലൈനിങ് ഞാൻ അങ്ങനെ വരച്ചു, 6 cm. ഓക്കെ, അടുത്തത് M മാർക്ക് ചെയ്യണം, MN. ഇനി ML ഇപ്പോ ഒന്നാമത്തെ കോർണറായി, രണ്ടാമത്തെ കോർണറായി, ഇനി മൂന്നാമത്തെ കോർണർ വരും അല്ലെ. അപ്പൊ നിങ്ങൾ അതിന് മുമ്പ് എന്ത് വേണമെങ്കിൽ റഫ് ആയിട്ടൊരു ചിത്രം നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചു വെക്കാം. MNL അല്ലെ, ഇങ്ങനെയാണ് വരുന്നത് LMN എന്നുള്ളത്. ഓക്കെ, അതിൽ MN എന്ന് പറയുന്നത് 6 cm ആണ്. അതേപോലെ തന്നെ ML എന്ന് പറയുന്നത് എത്രയാണ്, ML എന്ന് പറയുന്നത് 5 ആണ്. ആംഗിൾ M ആണ് എത്ര വരുന്നത്, 70 ഡിഗ്രി എന്ന് വരുന്നത്. അപ്പൊ ഈ ചിത്രമാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഓക്കെ, റഫായിട്ട് നിങ്ങൾ വരച്ചു വെച്ചോളൂ. അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വരക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ ML ആദ്യം 6 cm വരച്ചു. പിന്നെ എന്ത് ചെയ്യണം, ഇവിടെ 70 ഡിഗ്രി നിങ്ങൾ വരയ്ക്കണം അല്ലെ. 70 ഡിഗ്രിയിലാണ് ML എന്ന് പറയുന്ന ലൈൻ ചെരിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നു, 70 ഡിഗ്രിയുടെ ഒരു ലൈൻ ഇങ്ങനെ വരക്കുന്നു. ഓക്കെ, ലൈൻ 70 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്തു. ഇവിടെ എത്രയാണ്, 5 cm നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്. 5 cm ഞാൻ സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യും, 5 cm ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ, ഇതോടുകൂടെ കഴിഞ്ഞു. അതായത് ട്രയാങ്കിളിന്റെ ഒന്നാമത്തെ കോർണർ, രണ്ടാമത്തെ കോർണർ, 3 കോർണറായി. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ട്രയാങ്കിൾ ആയി മാറും. ഇത്ര ചെയ്യാനുള്ളൂ. ഓക്കെ അല്ലേ, ഇതെന്ത് ചെയ്യാൻ നിങ്ങൾ അളന്നെഴുതാം. അപ്പൊ ഓരോ ട്രയാങ്കിളും വരയ്ക്കുമ്പോഴും നിങ്ങൾ അറിയാത്ത സൈഡ് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാൻ നിങ്ങൾ അളന്നെഴുതാണ് നിർബന്ധമാണ്. ഓക്കെ അല്ലേ, ഇത്ര ഇതിനകത്ത് ചെയ്യാനുള്ളൂ. ഇനി നോക്കുക അടുത്ത ട്രയാങ്കിൾ എങ്ങനെയാ വരയ്ക്കാന്നുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന്റെ റഫായിട്ട് രണ്ടാമത്തെ റഫായിട്ട് ചിത്രം വരച്ചു കഴിഞ്ഞാൽ നോക്കുക, അതിൽ MN എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. ML എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. ആംഗിൾ N ആണ് എത്ര വരുന്നത്, 70 ഡിഗ്രി. നേരത്തെ തന്നപ്പോൾ ഈ ആംഗിൾ M ആയിരുന്നു 70 ഡിഗ്രി, ഇപ്പൊ എത്രയാണ്, N ആണ് 70 ഡിഗ്രി. അപ്പൊ എങ്ങനെയാണ് വരയ്ക്കാന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ചില ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഏതാണ്, 6 cm N എന്ന് പറയുന്നത് 6 cm ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ അല്ലേ, എന്നിട്ട് എന്ത് N എന്ന് പറയുന്ന ആംഗിൾ 70 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യാം. എത്രയാണ്, N എന്ന് പറയുന്നത് ഇവിടെ 70. പ്രൊട്രാക്ടറിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, 70 ഡിഗ്രി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ അല്ലേ, MN. ഇത് ശ്രദ്ധിക്കുക, ഇതില് ഈ സൈഡിന്റെ LN എന്ന് പറയുന്ന ഈ ഒരു സൈഡിന്റെ നീളം നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം, അല്ലെങ്കിൽ L എന്ന് പറയുന്ന കോർണർ എവിടെയാണോ എവിടെ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അടുത്ത അളവ് വന്നിട്ടുള്ളത് എന്ത്, ML എന്ന് പറയുന്ന ഈ നീളം 5 cm ആണ്. ML എത്രയാണ് 5 cm ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള നീളം നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കോമ്പസ് എടുക്കുക. ഈ കോർണർ എവിടെ വരും എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കോമ്പസിൽ എന്ത് ചെയ്യുക, 5 cm കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ഇവിടെ പോയിന്റ്, എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കുക.
വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പോയിന്റ് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും, നമുക്ക് ഈ ഒരു സൈഡ് കിട്ടും, അതായത് എൽ എന്ന് പറയുന്ന സൈഡ് കിട്ടും. ഇത് എത്രയാണ് വരിക, 5 സെന്റിമീറ്റർ ആണ് വരുന്നുണ്ടാവുക. പറഞ്ഞത് മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സൈഡ് എൻ എൽ എന്ന് പറയുന്ന സൈഡ് നിങ്ങളൊന്ന് അളന്ന് എഴുതിയാൽ മതി. ഇത് രണ്ട് ചിത്രങ്ങളാണ് കേട്ടോ. രണ്ടും എന്തല്ല, ഒരേ ചോദ്യമല്ല, രണ്ടും വ്യത്യസ്തമാണ്. ഇവിടെ ആംഗിൾസ് ഡിഫറെന്റ് ആണ്. ഇവിടെ ഈ ആംഗിളാണ് 70, ഇവിടെ ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിളാണ് 70 ഡിഗ്രി വരുന്നത്. അതുകൊണ്ട് തന്നെ എൽ എൻ എന്ന് പറയുന്ന സൈഡ് ഇവിടെയും വ്യത്യാസമായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്തെടുക്കേണ്ട രീതി. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെക്സ്റ്റിൽ വരുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ, അതായത് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് ശ്രദ്ധിക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്, 1 സൈഡ് ആൻഡ് 2 ആംഗിൾസ്, അല്ലെ ആംഗിൾ സൈഡ് ആംഗിൾ, രണ്ട് ആംഗിളും ഒരു സൈഡാണ് തരുന്നത്. അപ്പൊ രണ്ട് കോണുകളും ഒരു സൈഡും തന്നു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കാന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് ട്രയാങ്കിൾ STU എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള, ST എന്ന് പറയുന്ന സൈഡ് 5 സെന്റിമീറ്റർ ആണ്, ആംഗിൾ S എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്, ആംഗിൾ T എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഈ ഇതിൽ കേട്ടോ, സെക്കൻഡ് മെത്തേഡിൽ വരുന്നതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ST എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. നിങ്ങൾ വേണമെങ്കിൽ റഫായിട്ട് ചിത്രം വരയ്ക്കാം. എങ്ങനെയാണ്, ST എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. പിന്നെ ആംഗിൾ S എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്, ഇതെന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ്. ഇത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന സമയം ശ്രദ്ധിക്കുക. ആദ്യം 5 സെന്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, ST വരക്കണം. ST = 5 സെന്റിമീറ്റർ വരും അല്ലെ, ലൈൻ ഇങ്ങനെ വരച്ചു. പിന്നെ ഇവിടെ 60 ഡിഗ്രി വരക്കണം. അപ്പൊ നമ്മൾ പ്രൊട്രാക്ടറിൽ എന്ത് ചെയ്യുക, 60 ഡിഗ്രി എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ലൈൻ ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം, 70 ഡിഗ്രി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, 70 ഡിഗ്രി എന്ത് ചെയ്യുക, ലൈൻ ഇങ്ങനെ വരയ്ക്കുക, 70 ഡിഗ്രി. അപ്പോഴേക്കും നമുക്ക് ആവശ്യമായ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഇനി ഇത്രേ ചെയ്യാനുള്ളൂ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എങ്ങനെയാണ്, STU അല്ലെ. അപ്പോൾ ട്രയാങ്കിൾ ഞാൻ റഫായിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നുണ്ട്, STU അല്ലെ. അതിൽ ST എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്, ആംഗിൾ S എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്, ആംഗിൾ U എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ്. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ചിത്രം ഒന്ന് വരച്ചു നോക്കാം. ആദ്യം ST എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ ചെറിയൊരു ശ്രദ്ധിക്കുന്ന ചില ആംഗിൾസ് ഡിഫറെന്റ് ആയിട്ട് തന്നു. ഏതെങ്കിലും രണ്ട് ആംഗിൾസ് ആണ് തരുന്നത്. അപ്പൊ ഒന്നുകിൽ ഇത് രണ്ടെണ്ണം തരാം, അല്ലെങ്കിൽ ഇത് രണ്ടും തരാം, അല്ലെങ്കിൽ ഇത് രണ്ടും തരാം. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ തരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ആദ്യം ST അല്ലെ, ST എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ഞാൻ വരച്ചു. ഇതിനകത്ത് ഇവിടെ 60 ഡിഗ്രി ആണ്, 60 ഡിഗ്രി ഞാൻ കോമ്പസ് എടുത്തിട്ട് ഇങ്ങനെ വരച്ചു, 60 ഡിഗ്രി. ഓക്കെ അല്ലെ. ഇനി U എന്ന് പറയുന്ന ആംഗിൾ അല്ലെ, അത് എത്ര വരണം, 50 ഡിഗ്രി ആണ്. പക്ഷെ എന്നാൽ U എന്ന് പറയുന്ന കോർണർ ഇതിൽ എവിടെ വരുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങനെ വരക്കും, ഈ കോർണറും തന്നിട്ടില്ല, ഇവിടെയുള്ള ആംഗിളും തന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് ശരിക്കും, ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്, 180 ഡിഗ്രിയാണ് കിട്ടുക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് 180 ഡിഗ്രിയിൽ നിന്നും ഈ 15, 60 എന്ത് ചെയ്യണം, കുറയ്ക്കണം. 180 ഡിഗ്രി എന്ത് ചെയ്യണം, 15, 60 കുറയ്ക്കണം. അപ്പൊ ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും വരുന്നുണ്ടാവുക, 70 ഡിഗ്രിയാണ് വരുന്നുണ്ടാവുക. 180 60ഉം 50ഉം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക, 70 ഡിഗ്രിയാണ് വരുന്നുണ്ടാവുക. അപ്പൊ ആ 70 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പ്രൊട്രാക്ടറിൽ നമ്മൾ എങ്ങനെ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, 70 ഡിഗ്രി പ്രൊട്രാക്ടർ മാർക്കിന് ശേഷം നേരെ മുകളിലേക്ക് വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 70 ഡിഗ്രി എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ എത്ര വരുന്നുണ്ടാവുക, 50 ഡിഗ്രിയാണ് വരുന്നുണ്ടാവുക. നിങ്ങൾ വരച്ചത് വളരെ കൃത്യമാണെങ്കിൽ ഇവിടെ എന്ത് വരും, 50 ഡിഗ്രി കറക്റ്റ് ആയിട്ട് സംഭവിക്കും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. ഓക്കെ, അപ്പൊ ഈ മൂന്നാമത്തെ മെത്തേഡില് ശ്രദ്ധിക്കാം, 3 സൈഡ്സ് അല്ലെ, 3 സൈഡ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരയ്ക്കാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇത് കുറച്ചുകൂടി ഈസിയാണ്. കാരണം 3 സൈഡ് തന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കാനില്ല, ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണ്ട, പ്രൊട്രാക്ടർ ഉപയോഗിക്കുന്ന കാര്യമേ ഇല്ല. പക്ഷെ എന്ത് ഉപയോഗിക്കണം, കോമ്പസ് ഉപയോഗിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ അതിന് വേണ്ടി ശ്രദ്ധിക്കുക, AB നീളം 5 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, 5 സെന്റിമീറ്ററിൽ ലൈൻ ഇങ്ങനെ വരച്ചു, 5 സെന്റിമീറ്ററിൽ AB എന്നുള്ള ലൈൻ ഇങ്ങനെ വരച്ചു. പിന്നെ എന്ത് ചെയ്യണം, BC അല്ലെ, BCയുടെ നീളം എത്രയാണ്, ഇപ്പൊ ഞാൻ റഫായി ട്രയാങ്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ABC അല്ലെ, AB 5 ആണ്, BC എത്രയാണ്, 4 ആണ്, AC എന്ന് പറയുന്നത് 3 ആണ് അല്ലെ, ഇങ്ങനെയാണ് വരുന്നത്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം 4 സെന്റിമീറ്റർ ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം 3 സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് എത്രത്തോളം ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ അത് ഇങ്ങനെയാണോ നിൽക്കുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അത് എങ്ങനെ വരക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ആംഗിൾ അറിയില്ല എന്നർത്ഥം. എത്രത്തോളം ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസ് എടുക്കാം. കോമ്പസിൽ 4 സെന്റിമീറ്റർ എടുക്കാം. കോമ്പസിലാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുക, ഇവിടെ പോയിന്റ് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുക്കുക, ഇവിടെ പോയിന്റ് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ 3 സെന്റിമീറ്റർ കോമ്പസ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, മൂന്നാമത്തെ കോർണർ കിട്ടും. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സി എന്നുള്ള കോർണർ ആയി. ഇത് 3 ആണ്, ഇത് 4 ആണ്. പറഞ്ഞത് മനസ്സിലായോ? ഇത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. 3 സൈഡ്സ് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് പറയുന്ന എല്ലാ മെത്തേഡുകളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാറ്റിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് മതി. ഒരു ടൈപ്പ് എങ്ങനെ വരയ്ക്കണത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ഓരോ ക്വസ്റ്റ്യനും 2 തവണയോ 3 തവണയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വരക്കണം, നിർബന്ധമാണ്. അങ്ങനെ ടെക്സ്റ്റിലുള്ള എല്ലാ ചോദ്യങ്ങളും 2 3 തവണ വരയ്ക്കുമ്പോഴേക്കും ഇതിലുള്ള എല്ലാ മെത്തേഡുകളും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ അല്ലേ?